ഇന്ന് പലതിന്റെയും പേര് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ഭർത്താക്കന്മാര് ജോലി മതിയാക്കിയിട്ട് ക്ഷീണം കൊണ്ട് ഉച്ചക്ക് വീട്ടിൽ വന്നു നോക്കുമ്പോ ഉച്ചക്ക് ആളെ കാണുന്നില്ല. കാരണം ഫോൺ വിളിച്ചിട്ടൊന്നുമില്ല, വരുന്ന വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഭർത്താവ് സാധാരണ 5:30-6 മണിക്കാ എത്താറുള്ളത്. അത് കണ്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ട്? അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, തേങ്ങാ പുണ്ണാക്ക് ഫെസ്റ്റിവല്. കാണുന്ന പോസ്റ്റർ ഒട്ടിച്ച മുഴുവൻ ആഘോഷങ്ങൾക്ക് ഇറങ്ങാൻ. എന്നിട്ട് അവിടെ കാണുന്ന ആളുകളോടൊക്കെ കിന്നരിക്കാൻ. പിന്നെ എന്ത് കൂട്ടുജീവിത, എന്ത് സ്നേഹജീവിതാണ്, എന്ത് സന്തോഷമുള്ള ഇസ്ലാമിക ജീവിത സഹോദരങ്ങളെ. തിരിച്ചു വന്നു നോക്കി ഇയാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടിലാരുമില്ല. വിളിച്ചു നോക്കുമ്പോ താക്കോൽ അവിടെ ഉണ്ട്. ഞാൻ അർജന്റായിട്ടൊരു സംഗതിക്ക് പുറത്തിറങ്ങി പോകുന്നതാണ്. എവിടെയുള്ളത്? ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. അർജന്റ് എന്താ അറിയാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാഹനം എടുത്ത് പോയി നോക്കുമ്പോ ഭർത്താവ് കാണുന്ന കാഴ്ച എന്താ പറയുക? നിങ്ങൾ ഫെസ്റ്റിവലിന് പോയോർത്തുനിന്ന് ഒരു കസേര അപ്പുറത്തും ഇപ്പുറത്തിട്ട് ഒരാളോട് അങ്ങനെ കിന്നരിക്കാൻ. അപ്പൊ അപ്പുറത്തുള്ള ആള് മൊബൈലിലൂടെ ഇപ്പുറത്തേക്ക്, ഇപ്പുറത്തുള്ള ആൾ അപ്പുറത്തേക്കൊക്കെ എല്ലാ കണക്റ്റും ചെയ്ത് സംഗതി നടന്ന് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ കാലേ ആ ഭർത്താവിന്റെ കൂടെ ആ ഭാര്യ ജീവിക്കുന്നുള്ളൂ. ഇത്രയും കാല ജീവിതത്തിന് കൊടുത്ത നന്ദികേടാണത്. പുറത്തിറങ്ങേണ്ട ഒരാവശ്യമില്ല. അത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങണം, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്കൊന്നല്ല ഇപ്പൊ പുറത്തിറങ്ങുന്നത്. അനുസരണക്കേടിന്റെ പര്യായങ്ങളായി മാറരുത് സഹോദരിമാരെ. ദയവ് ചെയ്ത് നമ്മുടെ തലമുറയായി വളർന്നു വരുന്ന മക്കളില്ലേ, അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്കൊരു സുഖവും ലഭിക്കൂല.